ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഡ്രോയിങ് ചാലഞ്ച് ആയിട്ടാണ്. വന്നിരിക്കുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കും, അത് വരയ്ക്കണം. അത് നന്നായിട്ട് വരയ്ക്കുന്നവർക്ക് അത് കിട്ടും. 10 മിനിറ്റാണ് സമയം. 10 മിനിറ്റിനുള്ളിൽ എല്ലാം വരച്ച് തീർക്കണം. അപ്പം എന്നാക്കിയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു വാട്ടർ കളർ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ, പിന്നെ ക്രയോൺ ഉണ്ട്, സ്കെച്ച് ഉണ്ട്, പിന്നെ ഓയിൽ പേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറേ നോട്ട്സ് ഉണ്ട്. ഓരോരുത്തർക്ക് 2 ക്രയോൺസ് വാട്ടർ കളറൊക്കെ എടുക്കാൻ, ഓരോരുത്തർക്കും 2 എണ്ണം വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് സ്കെച്ച് അല്ലെങ്കിൽ ക്രയോൺ, ഒരാൾക്ക് വാട്ടർ കളർ അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റ്. അങ്ങനെയാണ് കേട്ടോ. സ്പേസ് ഞാൻ ഇടാൻ പോവാണ്. ഞാൻ എടുത്തോട്ടെ. എനിക്ക് സ്കെച്ച് പെൻസ് കിട്ടിയിട്ടുണ്ട്. സ്കെച്ച് പെൻസും കിട്ടി. ഓയിൽ പേസ്റ്റ് വാങ്ങിക്കാനാണ്. ഓയിൽ പേസ്റ്റ് ഉണ്ട്. എനിക്ക് സ്കെച്ചും ക്രയോൺസ് വാങ്ങി. ഇവിടേക്ക് വാട്ടർ കളറും കിട്ടി, ഓയിൽ പേസ്റ്റും കിട്ടി. എനിക്ക് ക്രയോണും സ്കെച്ചും കിട്ടി. അപ്പം ആദ്യമേ നമ്മൾ ഡോറേനെയാട്ടോ വരയ്ക്കാൻ പോകുന്നത്. അപ്പം അവർക്ക് ഈ സാധനം കിട്ടും. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം കേസ് നമ്മൾ സമയം വെച്ചിട്ടുണ്ട്. ഇത് ഡോറേനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. വരയ്ക്കാൻ പോകണം. ആദ്യമേ 3 റൗണ്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം നമുക്ക് വരയ്ക്കാം. ഇത് ഞങ്ങൾ വരയ്ക്കാൻ പോകാം കേട്ടോ. വരച്ചോ. നേരെ വെച്ച് പേടിയാവുന്നുണ്ട്. ഇത് തന്നെ റബ്ബർ എന്തിയേ എനിക്കറിയത്തില്ല. ഞാൻ കാണിച്ചില്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നു. തെറ്റിപ്പോയി. വെട്ടാണ് വയ്ക്കാം. എൻ്റെ പ്ലാൻ ഇത്താത്ത മനസ്സിലാക്ക്. എങ്ങനെയാണ് ഇതൊക്കെ വരയ്ക്കാൻ പാടാം. ഇത് ഞാൻ ഒട്ടിക്കുക. ഞാനിത് ഒത്തിരി തവണ വരച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാനിത് ഒത്തിരി പ്രാവശ്യം വരച്ചിട്ടുള്ളൂ. സമയമാണെങ്കിൽ ഒട്ടുമില്ല. ഞാൻ മറന്നുപോയി വരയ്ക്കാൻ. കലിശം വരുന്നുണ്ട്. നമുക്ക് എനിക്ക് ഡോറയുടെ മുടി എടുക്കാനാണ് ഭയങ്കര മുടി എടുക്കാനും. ഡോറയുടെ മുടി എടുക്കാനും പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒന്നും പറയണ്ട. വേഗം വരച്ചോളുക. ഏകദേശം എൻ്റെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വരയ്ക്കാൻ ഇത് നോക്ക്. ഞങ്ങൾ വരച്ചോണ്ടിരിക്കും. ഇതെന്താണ്? കളയാൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ക്രയോണൊക്കെ അടിക്കും. കളർ പെയിൻറ് എനിക്ക് ഈ പാട് മോഹമാണ്. ഞാൻ ഏകദേശം സെറ്റ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒന്നും ആയിട്ടില്ല, ഇച്ചിരി ആയിട്ടേ ഉള്ളൂ. എപ്പോഴും മായിരല്ലേ, പിന്നെ അങ്ങനെയാ. എന്നതാ എപ്പോഴും മായിരല്ലേ ഞാൻ, പിന്നെ അങ്ങനെയാ.
വെട്ടം അടിക്കുന്നത് കൊണ്ടാണ് ഗൈസ് മൊത്തം പ്രശ്നം. ഞാൻ കണ്ണ് വരച്ചോണ്ടിരിക്കണം. കൈ ഡോറയുടെ കണ്ണിട്ട് ഒത്തിരി വെള്ളമുണ്ട്. അത് ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഓർക്കും. ഞാനും അങ്ങനെ വെള്ളം പിന്നെ എൻ്റെ കയ്യിലുണ്ട്. നീ ഓടി, നിനക്ക് മാത്രം ഉണ്ടല്ലോ. എനിക്ക് മതിയായിരുന്നു. അടുത്ത പ്രാവശ്യത്തെ കിട്ടും. കേസ് അപ്പം ഇപ്പം ഇങ്ങനെയാണ്. ലാസ്റ്റ് എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം അല്ല എത്രയിലാ വെച്ച അലാറോ? അലാറല്ല ഇത് സമയം. ഇത് നോക്ക്, വേറെ വച്ചിടയാണ്. അത് കുഴപ്പമില്ല. 10 മിനിറ്റിനുള്ളിൽ എന്തായാലും ഫുള്ളും വരച്ച് കളർ പഠിച്ചിരിക്കണമെന്ന് മാത്രം. 10 മിനിറ്റേ ഉള്ളോ? പിന്നെ അല്ലാതെ ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞേ, ആദ്യമേ നോക്ക് അതെന്താ അങ്ങനെ? നിങ്ങൾ പറയണം വരച്ച് കഴിഞ്ഞിട്ട് ആരുടെയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന്. ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ കേട്ടോ വരയ്ക്കുന്നത്. നീ എന്നെ പറയുന്ന എന്നെയും കൂടെ ഒന്ന് തെറ്റിപ്പിടിക്കുമല്ലോ. സംസാരിക്കാൻ ഒന്ന് പെട്ടെന്ന് വരയ്ക്കോ. കൈ ഇച്ചിരി വണ്ണം കൂടിപ്പോയി. ഞാൻ കൈ പോലും വരച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല, അതേ കൂട്ട് തന്നെ ഇരിക്കണം. ഞാൻ നീ പറയുന്നു. വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബാക്ക് പുറവശം വരയ്ക്കണ്ട. അപ്പം ഞാൻ കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ വരച്ച് കഴിഞ്ഞ് കളർ അടിക്കണം. പിന്നെ ഞാൻ വരച്ച് കഴിഞ്ഞു. ആ മറ്റേ സാധനം എന്തിയേ? ഇത് ഇടുന്ന സാധനം എന്തിയേ? ഓയിൽ പേസ്റ്റ്. ഇതും തുറന്ന് വെള്ളം കുടിച്ചു. വേണ്ട വെള്ളം. നമുക്കിതിന് കളർ അടിക്കാനായിട്ട് പോകണം. ഞാൻ ഏകദേശം ഇത്രയും ഒക്കെ തന്നെ ആയിട്ടുണ്ട്. ഇച്ചിരി മുടി ഇവിടെ വരെ വരയ്ക്കും. നമ്മൾ നമ്മുടെ സ്കെച്ചും ഈ സ്റ്റാറിന് ഇതൊക്കെ വരയ്ക്കണേ, കണ്ണും. ഞാൻ ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെ. ക്രയോൺ റോസ് കളർ എടുത്തിട്ട് ഡോറയുടെ ക്രയോൺ ആയതുകൊണ്ട് എനിക്ക് ഓയിൽ പേസ്റ്റ് കൊണ്ട് വരച്ചാലേ നല്ല രസമുള്ളൂ ഗേസ്. ബട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ക്രയോൺ എടുത്ത് ഇപ്പോൾ സമയം തരുമോട്ടെ ഗേസ്. ഇനി 5 മിനിറ്റ്. അപ്പോൾ ഗേസ് ഇനി ആകെ 3 മിനിറ്റും കൂടെ ഉള്ളപ്പോൾ നമ്മൾ വേഗം
വരച്ചു വിടുവാണ് കേട്ടോ. ഞാനിപ്പോ എന്നാ ചെയ്യേണ്ടത് എനിക്ക് പോലും അറിയത്തില്ല. മൊത്തത്തിൽ ഈ ഓയിൽ പേസ്റ്റ് കാരണം ഉണങ്ങൂലാതാ പ്രശ്നം. ഞാനിപ്പോ അടുത്ത കളർ ഏതാ? ഓറഞ്ച് എടുക്കാം. നമുക്ക് അവരുടെ മുടിക്കും ഒക്കെ കൊടുക്കണം. നമ്മുടെ മുഖത്താണ് ഈ ഓയിൽ പേസ്റ്റ് എടുക്കണം. നിങ്ങൾ വരയ്ക്കട്ടെ, വേഗം വേഗം വരയ്ക്കണം. അത് ഇപ്പോൾ സമയം പോകുന്നതാണ്. വേഗം വരച്ചോ. ഇപ്പോൾ എൻ്റെ ഓയിൽ പേസ്റ്റും ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് പേസ്റ്ററോ? ഓയിൽ പേസ്റ്റിന് നല്ല ഇതുണ്ട്, നല്ല കാടുമോ? കടും കളർ. സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കഴിയില്ല. നീ കഴിയണ്ട, സമയം കഴിഞ്ഞു. അലാറം അടിച്ച് ഞങ്ങൾ ഇതാക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറയണ ഏതാ ഏറ്റവും കൂടുതൽ നല്ലതെന്ന്. ഇപ്പൂൻ്റെ ആട്ടോ ആദ്യമേ അവൾ വരച്ച് കഴിഞ്ഞത്. അപ്പോൾ ഇപ്പു ആണ് ജയിച്ചത്. ഇപ്പൂനാണ് ഡോറേനെ കൊടുത്തത്. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യണം ഏതാ ഏറ്റവും കൂടുതൽ നല്ലതെന്ന്. എന്തായാലും ഇപ്പൂൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് ഇനി 2 റൗണ്ടും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഗേൾസ് ഡേ അടുത്തതായിട്ട് ഞങ്ങളുടെ ബോളിൻ്റെ ബിസ്ക്കറ്റാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കിത് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിടട്ടെ. ഇടാൻ പോവാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കത് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് പേടിയാണ്. വീണ്ടും സ്കെച്ച് പെൻസ്, ഓയിൽ പേസ്റ്റ് എനിക്ക് വേണം, ക്രയോൺസ് അതേപോലെ തന്നെ. എന്നെ കൊണ്ട് വയ്യ മോളെ. വാട്ടർ കളർ. അപ്പോൾ അതേപോലെ തന്നെ വെച്ചോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സമയം വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. അതായത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ വെക്കും. നമുക്കിത് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഒരു വേറൊന്ന് വരയ്ക്കടി. ഒരു സ്കെയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ ഓക്കെ. ക്രയോണം കൊണ്ട് വരയ്ക്കുന്നുണ്ട്. കളറൊന്നും ഇല്ല കേസ്. നമ്മൾ എന്തെടുക്കും? നമുക്കിനി വരച്ചോണ്ടിരിക്കണം. ഇത് വരെ നമ്മൾ ഏകദേശം അകം വരങ്ങാൻ പോകണം. സിമ്പിളാണ്. എനിക്ക് അത്രയ്ക്ക് സിമ്പിളായിട്ട് തോന്നില്ല. എനിക്ക് ശരിക്കും കാണാൻ പറ്റും. കുറേ നേരമായി തുടങ്ങിയിട്ട്. നമുക്ക് ഈ കുഞ്ഞതായിട്ട് എഴുതിയേക്കുന്നതൊക്കെ വേണേൽ ചുമ്മാ കളയലാന്ന് എഴുതി വയ്ക്കാം കേട്ടോ. ഒന്നും കുഴപ്പമൊന്നുമില്ല. സമയമായി ഇനി 8 മിനിറ്റ് ഉള്ളു ഗേസ്. ഞാൻ എന്നെ എഴുതുന്നില്ല കുഞ്ഞതായിട്ട്. എനിക്ക് എഴുതിയ ഇപ്പിനെ കാണത്തില്ലാന്ന പരാതിയിൽ നമ്മൾ ഇവിടെ വെച്ചെഴുതുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഞാൻ പകുതി വരച്ച്
കൂടെ വരയ്ക്കണം. കളർ അടിക്കാനുണ്ട്, സമയമേ ഇല്ല. റബ്ബർ ഞാൻ എന്നാടി എത്തിക്കുത്തി നോക്കുന്നത്. സമയം ഈ പേടിയാവുന്നടി. അതല്ലെന്ന് സമയം ഇപ്പൊ കഴിയുമെന്ന് പറയുമ്പോ ഒന്നുകൂടെ പോയി വെക്കണം. എന്തായിരിക്കട്ടെ, ഞാനങ്ങനെ സ്പീഡിനങ്ങ് വരച്ചുവിടാം. ഞാൻ ഇത്ര ആയതേ ഉള്ളൂ, ഇതൊക്കെ അത്രയോ. ഞാൻ ഇതാണ് എനിക്ക് പാട്. ഇനിയാണ് നമ്മുടെ നമ്മൾ കഴിയുന്നിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞോ? കളർ അടിച്ചില്ല, കളർ അടിക്കാൻ ഭയങ്കര ഇതാട്ടോ. ഏത് കളർ എടുക്കും? ഇങ്ങനെ കുത്തി കുത്തിയായിട്ട് ഇങ്ങനെ വരച്ച് വരുവാണ്. എന്തെടുക്കാനാണ്, സമയമേ ഇല്ല. കളറടിയാണ് കേട്ടോ ഗൈസ്, ഓക്കെ പ്രശ്നം. നമുക്ക് റെഡ് അടിക്കാം, ബ്രൗൺ അടിച്ചു. അപ്പോൾ അലാറം അടിച്ചു, ഞങ്ങൾ വരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വരച്ച് കഴിഞ്ഞത്. നിങ്ങൾ പറയണം ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ആരുടേതാണ് തിരിച്ചു തന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ആർക്കാണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കും. ആരുടെ നല്ലതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഈ ഗിഫ്റ്റ് ആർക്കാതെ വെച്ചാൽ കൊടുക്കും. അതെനിക്കാണോ ഇവൾക്കാണോ? നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ലാസ്റ്റ് വലിയ പേപ്പർ നോട്ടെ. ഏതേലും ഓർമ്മ കാര്യം കടുത്ത് ഇതാക്കാം. അപ്പോൾ ഗേസ് അടുത്ത് നമ്മുടെ ചീസ് ലെൻസിൻ്റെ ഇവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇടാട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തു, എനിക്ക് ഇത് എന്നാലും ഇത് കിട്ടിയാൽ കാണിക്കാം. നമ്മൾ നോക്കട്ടെ. കാണിക്കല്ലോ. അപ്പൊ കേസ് എന്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ കേസ്. അപ്പൊ എനിക്ക് ഓയിൽ പേസ്റ്റ് കിട്ടിയല്ലോ, വാട്ടർ കളറും പിന്നെ എനിക്ക് ഓയിൽ പേസ്റ്റും കിട്ടി. ഇത്ര നേരം നീ ഉപയോഗിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോ ഞാൻ പറഞ്ഞു നമുക്ക് ഇതാക്കാട്ടോ. പ്ലീസ് നമുക്ക് വരയ്ക്കാൻ തുടങ്ങി പഠിച്ചോളൂ. തട്ടിലോട്ട് ഞാൻ അയ്യോ സമയം വെച്ചില്ല. അപ്പോൾ സമയം വെച്ച് 10 മിനിറ്റ്. അപ്പോൾ നമുക്കിത് വരയ്ക്കാൻ തുടങ്ങാം കേട്ടോ. 10
മിനിറ്റേ ഉള്ളൂ. അതെ 10 മിനിറ്റ് ഇത് കൂടുതലാ. എനിക്കൊരു 20 മിനിറ്റ് ഒക്കെ വേണം. 20 മിനിറ്റ് നിനക്ക് ഇപ്പൊ ഫ്ലവർ പോട്ട് പോലെ ആയി പോട്ടോ. അയ്യേ താങ്ക് യു. ഇപ്പം കുപ്പി വരയ്ക്കാനാണ് അത്ര പാടില്ല. വണ്ടർഫുൾ ജോക്ക്. ഇച്ചിരി പാടാട്ടോ എനിക്ക്. കുപ്പി വരയ്ക്കാനോ? ഇത് നോക്ക് ഞാൻ എങ്ങനെ വരയ്ക്കും. നല്ല വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. ഇതുവേലും ഞാനൊന്ന് ജയിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഇത്രയും വലിയ പേപ്പറിൽ ഇത്രയും കുഞ്ഞു കുപ്പിയാണ് വരയ്ക്കുന്നത്. കരിപ്പ് അതറിയില്ല. മൂന്നായോ? എനിക്ക് വയ്യായിട്ടൊക്കെ ജയിക്കും. അതുകൊണ്ടാണ് വായിക്കാത്തത്. ഞാൻ തോക്കുന്നു. ചെറിയൊരു പേടിയുണ്ട് തുറക്കുന്നു. I don't know. അപ്പൊ ഗൈസ് നമ്മളിപ്പം വരച്ചു. ഞാനാണ് ജയിച്ചത് കേട്ടോ. അത് ജയിച്ചും തോറ്റൊന്നും ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ. അവളാ ജയിച്ചെന്ന് ഇപ്പോളെ പറഞ്ഞു. അപ്പൊ ഗൈസ് ഇതിൽ ഞാനാട്ടോ ജയിച്ചത്. ഇപ്പം ഇതിലേതാ നല്ലതെന്ന് നിങ്ങളും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ ബൈ.